Hi friends, welcome to I Choose Kitchen. ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വരുന്ന ദിവസങ്ങളിൽ ഓണം സ്പെഷ്യൽ റെസിപ്പീസാണ് ഇടുന്നതെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ തക്കാളി രസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. രസപ്പൊടി ചേർക്കാതെ സാധാരണ ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് രസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ തക്കാളി രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. മൺചട്ടി തന്നെ വേണമെന്നില്ല, ഏത് പാത്രത്തിലും വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളമൊക്കെ നമുക്ക് ലാസ്റ്റ് പാകാക്കി കൊടുക്കാം. നമ്മുടെ കട്ടിക്കനുസരിച്ചിട്ട് പാകാക്കി കൊടുക്കാം. ഇപ്പോൾ ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഈ തക്കാളി ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ തക്കാളി വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചതച്ചെടുക്കാണ്ട്. അപ്പോൾ അതൊന്ന് ചതച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 10 അല്ലിയോളം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായി അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചതച്ചെടുത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉരലുണ്ടെങ്കിൽ അതിലൊന്ന് കുത്തിയെടുത്താലും മതി. പിന്നെ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു വലിയ ചെറുനാരങ്ങയുടെ വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തക്കാളി നന്നായി തിളച്ചിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള പുളി പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായി പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ പുളി പെട്ടെന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പുളി കുതിർന്ന് കിട്ടും. കൈകൊണ്ട് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായംപൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് രസത്തിന് എത്ര കട്ടി വേണോ ആ ഒരു കട്ടിയാക്കി എടുക്കാം. ഞാനിവിടെ ചോറിൽ ഒഴിച്ച് കൂട്ടാനുള്ള പാകത്തിനാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കുറച്ച് കട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് കുടിക്കാനാണെങ്കിൽ ആ ഒരു പാകത്തിനും ആക്കിയെടുക്കാം. അപ്പോൾ ഇതിന് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ഞാൻ വളരെ കുറച്ച് മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കണുള്ളൂ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. എനിക്ക് പാകത്തിനുള്ള കട്ടിയാക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് കട്ടിയാക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായാൽ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായാൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ഉണക്കമുളക് 2ആയി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ രസത്തിൽ പച്ചമുളക് ചേർക്കാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മൾ തക്കാളിയൊക്കെ വേവിച്ചെടുത്തില്ലേ, അതിൽ വേണമെങ്കിൽ ഒരു പച്ചമുളക് നടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുക്കാറില്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ ഒക്കെ പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എല്ലാതും നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ തക്കാളി രസം റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.